പ്രിയരെ നമസ്കാരം. ഇന്നത്തെ കാഴ്ചയിൽ മഹിളമാർ കാവിനെ പറ്റി പറയാം. എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഗ്രാമമായ ആയവനയിലെ ഏനാനല്ലൂരിലാണ് മഹിളമാർ കാവ് സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞള്ളൂർ മണിയന്ത്രം മുടിയിൽ നിന്നും ഉത്ഭവിക്കുന്ന മണിയന്ത്രം തോടിൻ്റെ കരയിലാണ് ഈ കാവുള്ളത്. മുമ്പൊക്കെ എല്ലാ കാലത്തും വെള്ളമുണ്ടായിരുന്ന ഈ തോട്ടിൽ ഇപ്പോൾ നീരൊഴുക്ക് വളരെ കുറവാണ്. വരും നാളുകളിൽ ഗ്രീൻഫീൽഡ് കോറിഡോർ എന്ന് അറിയപ്പെടാൻ ഒരുങ്ങുന്ന ഇപ്പോഴത്തെ മൂവാറ്റുപുഴ വെൺമണി ഹൈവേയായ കോട്ട റോഡിൻ്റെ ഓരത്ത് തന്നെയാണ് ഈ കാവ് വരുന്നത്. വടക്കോട്ട് ദർശനമായുള്ള ക്ഷേത്രമാണ് മഹിളമാർ കാവ്. വടക്ക് ദർശനമായിട്ടുള്ള ക്ഷേത്രങ്ങൾ സമീപ പ്രദേശത്ത് ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം. പേരിൽ സൂചനയുള്ളതുപോലെ മഹിളമാർക്ക്, സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം എന്ന രീതിയിലാണ് ക്ഷേത്രത്തെപ്പറ്റി പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ രണ്ട് നാട്ടുരാജ്യങ്ങളുടെ അതിർത്തിയിൽ ഉണ്ടായിരുന്ന ഈ ക്ഷേത്രത്തെ ചരിത്രത്തിലേക്ക് നടന്നെത്താനുള്ള ഒരു ഇടനാഴിയായി പരിഗണിക്കാവുന്നതാണ്. BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലും സമീപ രാജ്യങ്ങളിലും പ്രചരിച്ച പോലെ ബുദ്ധമതം നമ്മുടെ നാട്ടിലും എത്തുകയുണ്ടായി. ബുദ്ധ സന്യാസിനിമാർക്ക് പറഞ്ഞിരുന്ന പേരാണ് മഹിളമ്മ എന്നത്. ബഹുമാന സൂചകമായി പ്രത്യയം ചേർത്ത് മഹിളന്മാർ എന്ന് പ്രയോഗിച്ചതാകാനും സാധ്യതകളുണ്ട്. ആ രീതി നോക്കുമ്പോൾ 2000 വർഷം മുമ്പുള്ള ഒരു ചരിത്ര പിൻബലം മഹിളമാർ കാവിന് നൽകാവുന്നതാണ്. എന്തായാലും മഹിളമാർ ക്ഷേത്രത്തിൻ്റെ അത്ര പഴക്കമുള്ള ഒരു ക്ഷേത്രം സമീപ പ്രദേശത്തൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. പണ്ടുകാലത്ത് കർത്താക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു ഈ പ്രദേശം. ദേശ കാവൽക്കാരനായ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ കാണുകയാൽ മറ്റ് ഉപദേവ പ്രതിഷ്ഠകൾക്കൊപ്പം കർത്താവിൻ്റെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. മുഖ്യ ഭദ്രകാളി പ്രതിഷ്ഠ കൂടാതെ പഞ്ചകന്യക, രക്ഷസ്, സർപ്പം, നാഗേഷി, നാഗരാജാവ് എന്നീ ഉപപ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇണപ്പുടവ നടക്കൽ വയ്ക്കൽ. മറ്റൊന്ന് മംഗല്യഭാഗ്യത്തിനുള്ള ചുവന്നപ്പെട്ട് സമർപ്പിക്കലും അതുപോലെ തന്നെ രോഗശാന്തിക്ക് വേണ്ടിയുള്ള ശർക്കര തുലാഭാരവും നടത്തലുമാണ്. മീനമാസത്തിലെ പൂരത്തിനാണ് ഉത്സവം വരുന്നത്. പൂരം ഇടി വിശേഷപ്പെട്ട ചടങ്ങാണ്. അടയ്ക്ക, വെറ്റില, മഞ്ഞൾ, കവുങ്ങിൻ്റെ ഇളം പൂങ്കുല ഇവ ചേർത്ത് ഉരലിൽ ഇടിച്ചെടുക്കുന്ന പ്രസാദം വയറ്റിലെ രോഗശമനത്തിന് വളരെ ഉത്തമമെന്ന് വിശ്വാസികൾ പറയുന്നു. നാട്ടുചരിത്രത്തിന് താല്പര്യമുള്ളവർ ഈ കോട്ട റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ 1000-ലേറെ പഴക്കമുള്ള ഈ ചരിത്ര സ്മാരകം മഹിളമാർ കാവ് കൂടി സന്ദർശിച്ചേക്കണം. ഒരിക്കലും നഷ്ടമാകില്ലത്. ഇനി മറ്റൊരു കാഴ്ചയുമായി വരും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.